എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ആബ്രഹാം ലിങ്കൺ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം എനിക്ക് തരുന്ന വ്യക്തിയാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. വായനയ്ക്കും പുസ്തകത്തിനും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത എഴുത്തുകാർ പുസ്തകത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പലതും പറഞ്ഞു. സാഹിത്യത്തിൻ്റെ ഒരു ഉത്സവമാണ് ലോക പുസ്തക ദിനം. മനുഷ്യനെ പ്രചോദിപ്പിക്കാനും ഉത്തേജിപ്പിക്കാനും മറ്റെന്തിനേക്കാളും ഒരു പുസ്തകത്തിന് സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് 1995 മുതൽ യുനെസ്കോ ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്ന ഔദ്യോഗിക നാമത്തിൽ ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാനും ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കാനും പുസ്തകങ്ങൾക്ക് കഴിയും. പഴയ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പുതിയ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാൻ പുസ്തകങ്ങൾ സഹായിക്കും. അച്ചടിമഷി പുരണ്ട അക്ഷരങ്ങൾ മാത്രമല്ല പുസ്തകങ്ങൾ, പല വ്യത്യസ്ത സംസ്കാരങ്ങളിലേക്ക് എത്തിനോക്കാനും ഭാവനയെ വികസിപ്പിക്കാനും ശാസ്ത്രവും സിദ്ധാന്തവും മനസ്സിലാക്കാനും പുസ്തകങ്ങൾ സഹായിക്കുന്നു. പുസ്തകങ്ങളുടെ വലിപ്പം നോക്കിയല്ല പുസ്തകത്തെ വിലയിരുത്തേണ്ടത്. അതേസമയത്ത് വലിപ്പവും പുസ്തകത്തിൻ്റെ നിലവാരത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ഓരോന്നും 1000-ലധികം പേജുകളുമായി 4 വോള്യങ്ങളുള്ള അവകാശികളാണ് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നോവൽ. എഴുതിയത് വിലാസിനി. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് തകഴിയുടെ കയറാണ്. ഏതാണ്ട് 250 വർഷത്തെ ചരിത്രം പറയുന്നതാണ് കയർ. കാലത്തിൻ്റെ ബന്ധനങ്ങളെ ഇല്ലാതാക്കിയിട്ട് മനുഷ്യന് ഇന്ദ്രജാലം കാണിക്കാൻ കഴിയുമെന്ന് പുസ്തകം തെളിയിക്കുന്നു എന്നാണ് കാറൽ സാഗൻ പറഞ്ഞത്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ അഭിപ്രായത്തിൽ ഒരു പുസ്തകത്തിൻ്റെ അത്ര വിശ്വസ്തനായ ഒരു സുഹൃത്തില്ല. കഷ്ടപ്പാടിൽ നിന്ന് പ്രതീക്ഷയിലേക്കിട്ട ഒരു പാലമാണ് സാക്ഷരത എന്നാണ് കോഫി അന്നൻ പറഞ്ഞത്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായ കഥകൾ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് ആ കാലത്തിൻ്റെ വിശദമായ ചരിത്രം മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യനെ ആത്മീയവും സാംസ്കാരികവുമായ വളർച്ചയിലേക്ക് നയിക്കാൻ പുസ്തകങ്ങൾക്ക് മാത്രമേ കഴിയൂ. ശ്രീശങ്കരാചാര്യർ തുടങ്ങി രമണ മഹർഷി വരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പുസ്തകത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ചയെയാണ്. വായനശാലയിൽ അംഗത്വമെടുത്താൽ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ്റെ പുസ്തകങ്ങൾ എടുത്തു വായിക്കാം. മലയാളത്തിൽ വളരെയധികം വിറ്റഴിഞ്ഞ അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലർ എന്നറിയപ്പെടുന്ന അവാർഡുകൾ വാങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വായനക്കാർക്കെന്നും താല്പര്യമാണ്. പലർക്കും പുസ്തകവും വായനയും വല്ലാത്തൊരു ആവേശവും വികാരവുമാണ്. പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് സൂക്ഷിക്കാൻ അവർ എന്ത് ത്യാഗവും സഹിക്കും. ഈ സ്വഭാവമുള്ള പലരും ധനികരായിക്കൊള്ളണമെന്നില്ല. അവർ മറ്റെന്തിനേക്കാളും ഉപരി പുസ്തകത്തെ സ്നേഹിക്കുന്നു. കേരളത്തിൽ ധനകാര്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്ന സി തോമസ് ഐസക് രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ സ്വന്തമായി ഭൂസ്വത്തോ സ്വർണമോ വീടോ ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴായി വാങ്ങിയ ഏതാണ്ട് 9.6 ലക്ഷം രൂപ വില വരുന്ന 20,000 പുസ്തകങ്ങളുടെ ഒരു ശേഖരം അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. പുസ്തകത്തിനെ സ്നേഹിക്കുന്നവർ അത് സ്വന്തമാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നല്ല വായനക്കാരാണ്. അതിൽ ചിലരൊക്കെ എഴുത്തുകാരുമാണ്. സത്വരജ സമോ ഗുണങ്ങളുടെ ആകത്തുകയായ മനുഷ്യനെ വായനയുടെ കാര്യത്തിലും ഈ ത്രിഗുണങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. കവിത, നോവൽ, ചെറുകഥ, കുറ്റാന്വേഷണ നോവൽ, ഇതിഹാസം, പുരാണം, ശാസ്ത്രവിഷയങ്ങൾ, രാഷ്ട്രീയം, മഹാന്മാരുടെ ജീവചരിത്രം, ആത്മീയ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ തുടങ്ങി പലതരത്തിലും പുസ്തകം ലഭ്യമാണ്. കുട്ടികളെ ഉദ്ദേശിച്ച് ബാലസാഹിത്യ ശാഖയിലും അനേകം പുസ്തകങ്ങൾ പ്രചാരത്തിലുണ്ട്. കുട്ടികൾക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് സമ്മാനമായി വിലപിടിച്ച വസ്തുക്കൾക്ക് പകരം പുസ്തകങ്ങൾ നൽകാവുന്നതാണ്. ഏതാണ്ട് ഒരു 70 കൊല്ലം മുമ്പ് വരെ മലയാളത്തിൽ പുസ്തകം എന്ന് പറയാനുണ്ടായിരുന്നത് ARP പ്രസ് കുന്നംകുളം പ്രസിദ്ധപ്പെടുത്തിയിരുന്ന
രാമായണവും ഭാഗവതവും മഹാഭാരതവും മറ്റുമായിരുന്നു. വരികൾ വേർതിരിക്കാതെ അവയ്ക്കിടയിൽ നക്ഷത്ര ചിഹ്നമാണ് ആ പുസ്തകങ്ങളിലുണ്ടായിരുന്നത്. രാജാ രവിവർമ്മ വരച്ച ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളും ഉണ്ടാവും. ഉത്സവപ്പറമ്പുകളിൽ വാങ്ങാൻ കിട്ടുന്ന ഒരെണ്ണ രണ്ടെണ്ണയുടെ ശീലാവതി ചരിതം തുടങ്ങിയ പുസ്തകങ്ങളും പ്രചാരത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം വായനശാലകളുമായി ബന്ധപ്പെട്ടാണ് നടന്നു വന്നിരുന്നത്. സ്വേച്ഛാധിപതിയായ ഒരാൾ ഒരിക്കൽ ഒരു ഉൽപ്പതിഷ്ണുക്കളും പുരോഗമനവാദികളുമായ എഴുത്തുകാരെയും കലാകാരന്മാരെയും ജയിലിൽ അടച്ചു. വായന ആർക്കും നിഷേധിക്കാൻ പാടില്ലല്ലോ. പലരും പല പുസ്തകങ്ങളും ആവശ്യപ്പെട്ടു. വൈകുന്നേരമായപ്പോൾ ജയിലർ വന്നു പറഞ്ഞു, പുസ്തകങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അത് എഴുതിയ എഴുത്തുകാർ പലരും ഇതേ ജയിലിലെ അന്തേവാസികളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുമായി സന്ധിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ടച്ച് സ്ക്രീൻ യുഗത്തിൽ വായന മരിക്കുന്നു എന്ന് നാം പലവരും കേട്ടതാണെങ്കിലും ആ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ്. മനുഷ്യന് കഥ കേൾക്കാനും ജ്ഞാനം സമ്പാദിക്കാനും ആഗ്രഹമുള്ളിടത്തോളം വായനയോ പുസ്തകമോ മരിക്കുന്നില്ല. കേരളത്തിൽ എല്ലാ ദിവസവും പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്നുണ്ട്. കാഴ്ച പരിമിതർക്ക് പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്ന ഓഡിയോ ചാനലുകളും അതുപോലെ ബ്രെയിലി ലിപിയിൽ ഉള്ള പുസ്തകങ്ങളും ധാരാളം ലഭ്യമാണ്. QR കോഡ് സ്കാൻ ചെയ്താൽ അച്ചടിച്ച കാര്യങ്ങൾ കേൾക്കാമെന്നിരിക്കെ പുസ്തകങ്ങൾ കൂട്ടത്തിൽ വായനയും ആചന്ദ്രതാരം നിലനിൽക്കും. പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള 4 വരി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പുസ്തകത്തെ കൊടുക്കല്ല ദേവേന്ദ്രൻ താനിരക്കിലും, കൊടുത്താൽ അത് കിട്ടിയിടാ നാമും പിന്നെ മറന്നു പോവും.